മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ചത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. അപകടം കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, വളരെ ദാരുണമായ സംഭവം. എപ്പോഴായിരുന്നു? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി മരിച്ചത് ഈ സംഭവം നടക്കുന്നത് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലാണ്. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ. 13 വയസ്സാണ് മിഥുനുള്ളത്. ഈ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ മിഥുനും സുഹൃത്തുക്കളും ഒപ്പം അവിടെ ഈ സ്കൂളിൽ നിന്ന് കളിക്കുകയായിരുന്നു. ഇതിനിടെ മിഥുൻ്റെ ചെരുപ്പ് ഈ സ്കൂളിന് മുകളിലേക്ക് പോയി, ആ കെട്ടിടത്തിന് മുകളിലേക്ക് പോയി. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണ് മിഥുൻ ആ കെട്ടിടത്തിന് മുകളിലേക്ക് കയറിയത്. അവിടെ വെച്ച് മിഥുന് ഷോക്ക് ഏൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇതിലേറ്റവും ഗൗരവതരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ലൈൻ കമ്പി ഈ സ്കൂളിനോട് തൊട്ട് ചേർന്നാണ്, ഓടിനോട് ചേർന്ന് ആണ് ഈ ലൈൻ കമ്പി കടന്നു പോകുന്നത്. അതായത് തൊട്ടാൽ അടുത്തെത്തിയാൽ ഷോക്കടിക്കുമെന്ന നിലയിൽ തന്നെയാണ് ആ ലൈൻ കമ്പിയുടെ ഒരു നിലയുള്ളത്. അത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ഒരു തരത്തിലും ഒരു സുരക്ഷയുമില്ലാതെ ഇത്തരത്തിൽ KCBയുടെ ഇലക്ട്രിക് ലൈൻ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ലൈനിൽ നിന്ന് ഇതിന് ഷോക്കേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ലൈൻ കമ്പി അവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യം പലരും ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. ഏതായാലും ഒരു അനാസ്ഥ തന്നെയാണ് മിഥുൻ എന്ന് പറയുന്ന 13-കാരൻ്റെ ജീവനിൽ എടുക്കുന്നതിലേക്ക് നയിച്ചതെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മിഥുൻ ഈ തേവലക്കര സ്കൂളിൽ 2 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ 2ാം നിലയോട് ചേർന്ന് ആ ഭാഗത്തൂടെയാണ് ഈ ലൈൻ കമ്പി കടന്ന് പോകുന്നത്. ആ ലൈൻ കമ്പി ഉള്ള ഭാഗത്തേക്ക് മിഥുൻ രാവിലെ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെരുപ്പ് ആ ലൈൻ കമ്പി കടന്നു പോകുന്ന കെട്ടിടത്തിൻ്റെ ആ മുകൾ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് മിഥുൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അവിടേക്ക് കയറിയതാണ്. അങ്ങനെയാണ് മിഥുന് ഷോക്കേൽക്കുന്നത്. മിഥുനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ഷോക്കേറ്റ് ജീവൻ പൊലിയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഗൗരവതരമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ഏതായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കിട്ടും. അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും. ആ ഘട്ടത്തിൽ അതിൻ്റെ ആ ദൃശ്യങ്ങൾ അത് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് അവിടെ ഈ സ്ഥിതി നിലവിൽ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. നിരവധി ലൈൻ കമ്പികളാണ് ആ സ്കൂളിന് തലങ്ങും വിലങ്ങും കടന്നു പോകുന്നത്. അത് സ്കൂളിനോട് ചേർന്നാണ്. സാധാരണ നിലയിൽ സ്കൂൾ ഈ കെട്ടിടത്തിനോടൊന്നും ചേർന്ന് ലൈൻ കമ്പികൾ ആരും സ്ഥാപിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഈ സ്കൂളിന് ആ കെട്ടിടത്തിനോട് ചേർന്നാണ് ലൈൻ കമ്പി കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിദ്യാർത്ഥികൾ അറിയാതെ കയറിപ്പോയി കഴിഞ്ഞാൽ ഷോക്കേൽക്കാനുള്ള ഇപ്പോൾ RYF നേതാവ് ഉല്ലാസ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഉല്ലാസ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഒരു വിദ്യാർത്ഥിയാണ് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരണം?